നമ്മുടെ ഈ യാത്രയുടെ ഇടയിൽ നല്ലൊരു ചായ കുടിക്കാൻ തോന്നിയാൽ നമ്മൾ എന്തു ചെയ്യും? അടുത്ത് കാണുന്ന ഒരു ചായക്കടയിൽ അങ്ങ് കയറും അല്ലേ? എന്നിട്ട് പറയും, ചേട്ടാ ഒരു ചായ. പക്ഷേ വെറും ഒരു ചായയല്ല നമ്മൾ ചോദിക്കുന്നത്. നമുക്കതിൽ ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അല്ലേ? നമ്മളല്ലാതെ കടയിൽ ചെന്നിട്ട് ചേട്ടാ ഒരു ചായ, അപ്പോൾ ചേട്ടന് ഇഷ്ടമുള്ള പോലെ ചായ ഇട്ട് തരൂ, അങ്ങനെയല്ലല്ലോ പറയണേ. നമ്മൾ പറയും മധുരം വേണം, കടുപ്പം കുറയണം, പാല് കുറച്ച് കൂടുതൽ വേണം. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടല്ലേ. എന്നിട്ട് ആ ചേട്ടന് അതുപോലെ നമുക്ക് ചായ ഇട്ട് തരും. നമ്മളത് കുടിച്ച് തൃപ്തിയോടെ നമ്മുടെ യാത്ര തുടരും. ഇനി ഞാനും ഇതേപോലെ ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നേ. അപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത്. ഇതിൻ്റെ അകത്തെ ഒരു സൂപ്പർ ലോജിക്കുണ്ട്. ഒരു ചായ കുടിക്കുന്നതിൽ എന്താണ് ലോജിക്ക് എന്നല്ലേ പറയാം. നമ്മുടെ ഈ ചായ കുടിയുമായിട്ടൊന്ന് കൂട്ടി വായിച്ച് നോക്കിയാൽ ഈ ഡ്രൈവ് ചെയ്യുന്ന ഞാൻ ഒരാത്മാവാണെന്ന് വിചാരിക്കുകയല്ല, ശരിക്കും ഞാനൊരു ആത്മാവാണ്. ഐ എം എ സോൾ വിത്ത് എ ഹ്യൂമൻ ബോഡി. ഓക്കെ, എനിക്ക് ഈ ജീവിതത്തിൽ, അതായത് എൻ്റെ ആത്മാവ് സനീജ എന്ന ഐഡൻറ്റിറ്റി ചൂസ് ചെയ്തു വന്ന ഈ ഒരു ബർത്ത്, ഓക്കെ, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഞാൻ സിമ്പിളായിട്ട് പറയാം. അപ്പം എനിക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലെസൺ പഠിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ എത്തുന്നതാണ് എർത്ത് എന്ന ഈ ചായക്കടയിൽ. ഓക്കെ, ഞാൻ എന്താ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ മുന്നേ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ചായ വേണോ അതോ കട്ടൻ വേണോ, മധുരം എത്ര വേണം, ഇതെല്ലാം ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ചായക്കടയിലോട്ട് കയറുന്നത്. അതേപോലെ തന്നെ ഈ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതായത് പഞ്ചസാര, തേയില, പാല്, ഇവരൊക്കെയാണ് നമ്മുടെ കാർമിക് പാർട്ട്നേഴ്സ്. കുറച്ചുകൂടെ ക്ലിയറായിട്ട് ഞാൻ പറയാം. ഇതിങ്ങനെ കേൾക്കുമ്പോഴത്തേന് മൊത്തത്തിൽ കിളിയാകും. കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ടാവും. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോഴേ ഈ കാർമിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന കാര്യം അത്ര രസമൊന്നുമല്ല. മിക്കവാറുമൊക്കെ പെയിനും ഫ്രസ്ട്രേഷനും ആങ്കറും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ സെയിം കോൺട്ര ആയിരിക്കും. ഏത് വഴിയാണ് ഇവർ വരുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഭയങ്കര ഷുഗർ കോട്ടഡ് ആയിട്ടായിരിക്കും ഇവർ ലൈഫിലേക്ക് വരുന്നത്. മോസ്റ്റ്ലി ഒരു 99% കേസസും ഇത് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ആകും കേട്ടോ. സോ എന്നിട്ട് അഫെയർ ആകും, അടിച്ചു പൊളിച്ച് നടക്കും. ആദ്യമൊക്കെ നല്ല രസമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ പ്രശ്നം തുടങ്ങും, അവസാനം ബ്രേക്കപ്പ് ആകും. സോ ആ റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കാണും. അതാണ് നമ്മുടെ കാർമിക് ലെസൺസ്. ഇത് നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ എക്സ്പീരിയൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് കാർമിക് പാർട്ട്ണർഷിപ്സിൻ്റെ ഒക്കെയുള്ള പൊതുവേ ഉള്ള ഒരു സ്വഭാവം. ഇത് ആരുടെയും കുറ്റമല്ല കേട്ടോ. കാരണം നമ്മുടെ സോൾ കോൺട്രാക്റ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ സോളിന് ഫൊർഗീവ്നെസ്, അതായത് ക്ഷമ, അതാണ് ഈ ലൈഫിൽ പഠിക്കേണ്ടതെങ്കിൽ അതിന് സഹായിക്കാൻ ചില ആൾക്കാർ എൻ്റെ ലൈഫിൽ വരും. അവർ വന്നേ പറ്റുള്ളൂ. അവർ വന്നിട്ട് നമ്മളെ ഇങ്ങനെ എന്താ പറയുന്നത്, എനിക്ക് പഠിക്കേണ്ടത് ക്ഷമയാണ്. അപ്പം നമ്മളിങ്ങനെ നല്ലോണം ചലഞ്ച് ചെയ്യും. എന്നിട്ട് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക കാണിക്കും. അതായത് ക്ഷമ പഠിപ്പിക്കും. അതാണല്ലോ അതിൻ്റെ പേർപ്പസ്. സോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി നല്ലപോലെ കഷ്ടപ്പെടും. സോ അതിൻ്റേതായ രീതിയിൽ അങ്ങ് വിട്ടുകളയുക. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ചായയിൽ നമുക്ക് തേയില ഒഴിവാക്കാനാവില്ല. അതേപോലെ നമ്മുടെ ഗ്രോത്തിന് ചില ബന്ധങ്ങൾ, അതായത് ചില റിലേഷൻഷിപ്സ്, ചില ആൾക്കാർ, ഇത് മാൻഡേറ്ററി ആണ്. പക്ഷെ മധുരം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ചോയ്സ് ഉള്ള കാർമിക് റിലേഷൻഷിപ്സും ഉണ്ട്. അപ്പം വരുന്നവരെ എല്ലാം തലയിൽ കെട്ടി വെക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാം. അതിൽ ഏറ്റവും രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ഇതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. നമ്മൾ ചായ കുടിച്ച് തീരുന്ന ആ നിമിഷം വരെ ഈ മധുരവും പാലും ഒക്കെ കൂടെയുള്ളൂ. അത് കഴിഞ്ഞാൽ
നമ്മൾ ചായക്കടയിൽ നിന്ന് ഇറങ്ങും, യാത്ര തുടരും. എന്ന് വെച്ചാൽ ലെസൺ പഠിച്ചു കഴിയുമ്പം ആ കാർമിക് പാർട്ട്നേഴ്സ് നമ്മുടെ ലൈഫിൽ നിന്നും മാറും, ഡിസപ്പിയർ ആകും. അങ്ങനെ ആയേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഗെയിം ഓവറായി. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെയൊക്കെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്സിൻ്റെ പിന്നിലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ആൾക്കാരും നമ്മുടെ സോളിന് വേണ്ട, അതായത് സോൾ പ്രോഗ്രഷന് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ലെസൺസിന് വേണ്ട സ്പെസിഫിക്കേഷൻസാണ്. അപ്പോൾ അത് തൃപ്തിയോടെ സ്വീകരിക്കുക, എന്നിട്ട് തൃപ്തിയോടെ യാത്ര തുടരുക. ഒത്തിരി ടെൻഷനൊന്നും അടിക്കണ്ട, ഒത്തിരി സ്ട്രെസ്സൊന്നും എടുക്കണ്ട, ചുമ്മാ അങ്ങ് സേഫായിട്ടങ്ങ് ഡ്രൈവ് ചെയ്തങ്ങ് പോവുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ പണ്ട് ഞാനൊരു മൂവി കണ്ടിട്ടുണ്ട്, മറ്റേ പ്രണയം എന്നാണെന്ന് തോന്നുന്നു, ലാലേട്ടനും ജയപ്രദ മാമും ഒക്കെ ഉള്ള ഒരു സിനിമ. അതിൻ്റെ അത് ലാലേട്ടൻ്റെ ഒരു ഡയലോഗുണ്ടേ. അന്ന് കണ്ടപ്പോൾ മുതൽ ഇത്രയും വർഷങ്ങളായി, 10-12 വർഷമായി, എന്നാലും ഞാനിപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നൊരു ഡയലോഗാണ്. എന്നുവെച്ചാൽ എൻ്റെ അത് ലാലേട്ടൻ പറയുന്നുണ്ട്, ജീവിതം സ്വപ്നത്തേക്കാൾ മനോഹരമാണ് ജീവിക്കാൻ അറിയാമെങ്കിൽ. അപ്പം നമ്മളെല്ലാവരും ജീവിക്കാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ആ യാത്രയിൽ അങ്ങനെ വീണും എഴുന്നേറ്റും വീണ്ടും നടന്ന് വീണ്ടും വീണ് എഴുന്നേറ്റ് അങ്ങനെയൊക്കെ അങ്ങ് പോവും. അത് തന്നെ ഈ ലൈഫ് കേട്ടോ. അപ്പോൾ ആരും ഒത്തിരി സ്ട്രെസ്സൊന്നും എടുക്കണ്ട, സന്തോഷമായിട്ട് ജീവിക്കുക. ഓക്കെ, താങ്ക് യു.